Hello guys, once again welcome back another video. ഈ വീഡിയോയിലൊരു വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ. ഈ ബാക്കിൽ കാണുന്നുണ്ടോ? ഇതിൻ്റെ അയൺ ഫാമാണ്. കാരണം ഒരാണോ സോംബീസായി ഒരാൾ ഈ ഭാഗത്തിൽ എല്ലാണോ സോംബീസായി. ഇനി പറഞ്ഞു അയൺ ഫാം ഇപ്പോൾ ബ്രേക്കായി കിടക്കണം. അതിലൊറ്റൊരു ഗോളം ഇപ്പോൾ സ്പോൺ ആവുന്നുണ്ട്, ക്യാറ്റ്സ് സ്പോൺ ആവുന്നുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ വില്ലേജസിന് ഇവിടുത്തെ വില്ലേജസിനൊന്നും പറ്റിയില്ല, പക്ഷെ അവിടുത്തെ വില്ലേജസ് മൊത്തം സോംബീസായി മതി. ഇപ്പോൾ ഇതിന്ന് രണ്ടെണ്ണത്തിൻ്റെ അവിടെ കോൺടാക്ട് ആയിട്ട് ചട്ടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇവിടെ അതൊക്കെ സെറ്റ് ചെയ്തു. പേര് ട്രീ ഫാം അതൊക്കെ സെറ്റ് ചെയ്തതാ നമുക്ക് കഴിഞ്ഞത്. അതെടുത്ത് നോക്കിയപ്പോൾ ഇവിടെ എല്ലാണോ തോന്നിച്ചായി. ഇതിനൊക്കെ ആദ്യം ഉണ്ടാക്കിയിട്ട് വേണം. വേമ്പര എല്ലാത്തിനും കഴിഞ്ഞിട്ട് ഈ വില്ലേജേഴ്സിനെ കൊണ്ട് പണിയുണ്ട്. ഞാനൊക്കെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവന്മാരെ എങ്ങനെ കൊല്ലാന്ന് വെച്ചാൽ ഇനി കേൾക്കാൻ അതിന് ചെന്തിന്റെ കാഴ്ചയാണ് എല്ലാം. ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ ആണ് ഗൈസ്. ഈ വീഡിയോയിൽ ഫുൾ ഡാമേജ് ആകുന്ന സെറ്റാണ്. അയ്യോ എൻ്റെ പൊന്നെ. അപ്പൊ അവിടെ എന്തെങ്കിലും ഉണ്ടാവും നോക്കട്ടെ. അത് ടോർച്ചൊക്കെ ഞാൻ ഇത്ര ടോർച്ച് വെച്ചില്ല. ഞാൻ അതുകൊണ്ടാണോ ഫോണായി. ഒരുപാട് വില്ലേജസ് ഉണ്ടായിരുന്നു. ഫോൺ ചാൻസ് ഇല്ലാതിട്ട് ഞാൻ കഴിഞ്ഞത് മണ്ണത്തരായിപ്പോയി. ഇങ്ങനെ ആരെയും ഇതേപോലെ ചെയ്യില്ലെങ്കിൽ, ആരെയും ഇതേപോലെ അൻഫാമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ടോർച്ച് വെക്കാൻ മറക്കരുത്. പക്ഷെ ഇതൊരു പോയില്ലടാ. ഇപ്പൊ പെട്ടെന്നൊക്കെ പൊതി പണ്ടാകും എല്ലാ പ്രശ്നം. നാട്ടിൽ വന്ന് നോക്കി കാണാൻ അയ്യോ എന്റെ പൊന്നെ. ചിരിക്കണോ അതോ കരയണോ എന്നറിയാം.
രണ്ടെണ്ണത്തിന് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഉണ്ടാക്കി ഇതിലിപ്പോ ഒരു 10-20 വില്ലേജസിന് മുകളിലുണ്ടാവും. പക്ഷെ അതൊക്കെ തന്നെ ചാടും. എന്നാലും ആൻകുളം സ്പോണാൻ ചാൻസ് വളരെ കുറവാണ്. മെയിൻ ആൻഫാം അങ്ങനെ നാട്ടിൽ ഒരു സ്റ്റാക്കും പല്ലെണ്ണ ഉണ്ടായില്ലേ, ഇപ്പോഴും അതന്നെ. ഇന്നലെയും ഇത്ര എന്നോട് ഉണ്ട് എനിക്ക് തോന്നുന്നു. ആ വീഡിയോ എടുത്തതിന് അപ്പൊ ശരി ഗൈസ്, ഞാനിനി അത് ചുറ്റിയാലെ പരിപാടിയൊക്കെ നോക്കട്ടെ. യെസ് ഗൈസ്, ഫൈനലി കുറേ നേരത്തെ ഗ്രൈൻഡ് പണിക്ക് ശേഷം ഞാനങ്ങനെ അത് സെറ്റ് ചെയ്തെടുത്തു. അതായത് അവിടെ അപ്പുറത്ത് 2 വില്ലേജേഴ്സിനെ കൊടുത്തിട്ട് പിടിച്ച് ബ്രീഡ് ചെയ്യിപ്പിച്ചു. ഇപ്പം നമ്മൾ ആൻഫാം അത്യാവശ്യത്തിന് നല്ലോണം വർക്കാവുണ്ട്. വേണ്ടായതിന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ അത് മാത്രമല്ല സെറ്റ് ചെയ്തത്, നമ്മളെ ഒരുപാട് അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്നതിന് പകരം അവിടെ പോയിട്ട് ഒരുപാട് ട്രീ ഫാം ചെയ്തിട്ട് ഞാൻ അതിൻ്റെ പേര് ഒരുപാട് വുഡ് കളക്ട് ചെയ്തിട്ട് നേരെ സ്റ്റിക്കാക്കി നമ്മളെ അവിടെ വില്ലേജസിൻ്റെ അടുത്ത് പോയി ട്രേഡ് ചെയ്തു. പിന്നെ ഇവിടുന്ന് ഒരുപാട് അയൺ എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്തു. അങ്ങനെ ഒരുപാട് ട്രേഡ് ചെയ്തിട്ട് ഒരുപാട് എമറാൾഡും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ എപ്പിസോഡിൽ തന്നെ ഞാൻ കരുതിയത് ഈ എപ്പിസോഡിൽ തന്നെ ഒരു ഫുൾ ഡയമണ്ട് ആൻഡ് ടൂൾസ് ആർമറും ടൂൾസും സെറ്റാക്കണം എന്നതിന് കരുതി. അതേമാതിരി തന്നെ ഞാൻ സെറ്റാക്കുകയും ചെയ്യും ഈ ഒരൊറ്റ എപ്പിസോഡിൽ തന്നെ. എനിക്കിത് 2-3 ദിവസം എടുത്തു സെറ്റ് ചെയ്യാൻ. പക്ഷേ വീഡിയോസ് കാണുന്ന നിങ്ങൾക്കിത് ഒറ്റ ദിവസമാകും. പക്ഷേ ഒരുപാട് നേരത്തെ ഗ്രൈൻഡ് പണിക്കേശാണ് ഇതൊക്കെ സെറ്റ് ചെയ്തത്. അത് മാത്രമല്ല ഇവിടെ ഉണ്ടായ എല്ലാ വില്ലേജേഴ്സിനും ഞാൻ ജോലിയും കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഇവിടെ ഈ വില്ലേജറും എൻ്റെ കൈ കൊണ്ട് അറിയാതെ ചത്തുപോയി. എന്നിട്ട് ഇവർക്ക് 2 വേണ്ടി മാത്രം ഇവിടെ ഉണ്ടായതിൻ്റെ 2 എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി. ഇവർക്കറിയാം ഈ റെയിൽവേ ഇങ്ങനെ 2 വില്ലേജസിനെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രോപ്പർ വില്ലേജർ ബ്രീഡർ തന്നെ നമ്മൾ സെറ്റ് ചെയ്തു 150 ബ്ലോക്ക് ദൂരത്തിൽ. അപ്പോൾ നമുക്ക് ബെഡ് വേറൂടെ 6 മതി. നമുക്ക് ആവശ്യമില്ല. കണ്ടോ ഇപ്പോൾ ബ്രീഡാണ്. ഞാൻ ഇവിടുന്ന് 2 വില്ലേജസിനെ അങ്ങോട്ട് കൊണ്ടുപോയി പ്രോപ്പറായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തതിന്. കണ്ടോ 3 ഉണ്ട്. നമ്മൾ ഇവിടുന്ന് എത്രണ്ണത്തിന് കൊണ്ടുപോകണോ 150 ബ്ലോക്ക് എന്തോ ദൂരം ഉണ്ടെങ്കിൽ ബെഡിൽ നിന്ന് അൺലിങ്ക് ആവും വില്ലേജസ്. അങ്ങനെ 2 ഞാനവിടെ കൊണ്ടുവച്ച് അവിടെ ഓല സെറ്റാക്കി. അങ്ങനെ ഞാൻ ഇതിനു വേണ്ടി ഇപ്പോൾ ഒരുപാട് ഗ്രൈൻഡ് ചെയ്ത് എമറാൾഡ് പ്ലസ് വില്ലേജ് ബ്രീഡർ പ്ലസ് നമ്മളെ അയൻഫാം മൊത്തം സെറ്റ് ചെയ്തു. ഒരുപാട് ടൈം എടുത്തു. പിന്നെ മാത്രമല്ല ഇവരൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ടൈമേ 1-2-3 മണിക്കൂറും തൊടുത്തു മൊത്തത്തിൽ. ഇതിൽ കൂടുതൽ ടൈം പോയത് അൺബ്രേക്കിങ്ങും പ്രൊട്ടക്ഷനും ഒപ്പിച്ചാനാണ്. പക്ഷെ ഇനിയിപ്പോഴും ത്രോൺസ് കിട്ടിയില്ല. ഇവിടെ സ്മൈറ്റ് 4 ആണ്. ത്രോൺസ് ഇപ്പോഴും കിട്ടിയില്ല. പിന്നെ ഇവൻ്റെ അടുത്ത് നമ്മൾ മറ്റേ ബുക്ക് ഷെൽഫ് ട്രേഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത്ര ഒപ്പിച്ചു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന 2 വില്ലേജർ ഗ്രൈൻഡ് സ്റ്റോണേനും. പക്ഷെ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കുറേ ഇതുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യം സ്മിത്തിൻ്റെ ടേബിളിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. ഒരുത്തനെ മാറ്റാണ്ട് ഇവിടെ ഒരുത്തനെ ഗ്രൈൻഡ് സ്റ്റോണറാക്കിയിരുന്നു. പിന്നെ നമ്മളെ ഹെൽമെറ്റ് നമുക്ക് ഇതുവരെ കിട്ടിയില്ല. ഹെൽമെറ്റ് നമുക്ക് കിട്ടിയില്ല. ഇപ്പോൾ ഹെൽമെറ്റും ഇവനെ അൺലോക്ക് ചെയ്തപ്പോൾ കിട്ടി. അങ്ങനെ നമ്മൾ മൊത്തം സെറ്റാക്കിയിരുന്നു. പിന്നെ ഇവരെല്ലാത്തിനും ഞാൻ ഒരുപാട് സ്റ്റിക്ക് ട്രൈഡ് ചെയ്തിട്ട് എല്ലാ എണ്ണത്തിനും ഇവിടെ 4 സ്റ്റിക്ക് ഒരുപാട് നേരം ട്രൈഡ് ചെയ്തിട്ട് ഇത്രയും എമറാൾഡ് 1, 2, 3, 4
ഏകദേശം 5 സ്റ്റാക്ക് ഡയമണ്ട് ഒപ്പിച്ചു, അയണും ഇതും പാട്ട് ട്രേഡ് ചെയ്തിട്ട്. പിന്നെ ഇവരെല്ലാവരെയും ലോക്ക് ചെയ്തിട്ടും ചെയ്തിക്കണേന് ആൾമോസ്റ്റ് നമുക്ക് ഇപ്പോൾ വേണ്ട അത്യാവശ്യത്തിനുള്ള എല്ലാ എൻജോയ്മെൻറ്റ്സും നമുക്കിപ്പോൾ ഇവർ തരും. നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഫുൾ ഡയമണ്ട് ആൻഡ് ടൂൾസ് സെറ്റ് ചെയ്യാൻ പോകും. സോഡിന് അവസാനം നമുക്ക് നോക്കാം. അവസാനം ഡയമണ്ട് ഉണ്ടെങ്കിൽ, അവസാനം എമറാൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവനെ അൺലോക്ക് ചെയ്യണം. ഇവനെ അൺലോക്ക് ചെയ്ത് അവസാനത്തെ ഏതോ ഒരു ട്രേഡാണ് സോഡ് തരുന്നത്, അത് അവസാനം പഠിച്ചത്. ബാക്കിയുള്ള എല്ലാ ടൂൾസും ആൻഡ് ആർമറും നമുക്ക് ഇപ്പം തന്നെ സെറ്റ് ചെയ്യണം. നമുക്ക് അതിനുള്ള പരിപാടി പോവാം. അപ്പോൾ ഞാൻ ഒരുപാട് സ്റ്റിക്ക് ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടോ, ഫെൻസൊക്കെ ഒരുപാട് അറിയാതെ മേടിച്ചു. പിന്നെ ഡാർക്കൊക്കെ ബട്ടൺ മേടിച്ചു. ഇതൊക്കെ ഞാൻ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തോ സാധനം ചെയ്യണതിൻ്റെ ഇടയ്ക്ക് കൈ തട്ടിയാണ്, അതായത് ക്രാഫ്റ്റ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് മാറിപ്പോയി. അങ്ങനെ കുറേ പോയി. നമുക്ക് എല്ലാം കൊടുക്കാം. പിന്നെ നമ്മളെ എൻജാൻമെൻറ്റ്സ് ഒന്നും ഇപ്പോൾ ചെയ്യലുണ്ടാവില്ല, കാരണം അതിനൊക്കെ ഒരുപാട് ലെവൽ വേണം. നമ്മൾ ഈ എപ്പിസോഡിൽ ഫുൾ ഡയമണ്ട് ആൻഡ് ടൂൾസ് സെറ്റ് ചെയ്യാൻ വേണം എന്തായാലും. പിന്നെ ആദ്യം ഈ കുറവില്ലാതെ കുറവില്ല ആദ്യം 6 തുടങ്ങാം. 26, 20, 25 ഇപ്പോൾ കുറച്ചുകൂടി കുറവാണ്. 22, 20 പിന്നെ 22, 29, 24, 19 ഇവൻ്റെ ഇതും ഹെൽമെറ്റും. പിന്നെ അങ്ങോട്ടൊന്നും നമ്മൾ അൺലോക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഇനി നമുക്ക് എത്താണ്ട 21 വെച്ച് ചെസ്റ്റ് പ്ലേറ്റുമായി. ഇനി ബൂട്ടാണ് വേണ്ടത്. ബൂട്ട് ഒരാൾ മാത്രമേ തരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഫുള്ളി ഡയമണ്ട് ആർമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒഫീഷ്യലി ഫുൾ ഡയമണ്ട് ആർമർ. ഈ ഹെൽമെറ്റ് ഹൈഡ് ആയിരിക്കും, കാരണം ഈ ടെക്സ്ചർ പാക്കിൽ ഹെൽമെറ്റ് ഹൈഡാണ്. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി ഫുൾ ഡയമണ്ട് ആർമറിലോട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ടൂൾസ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്കിതും വിലക്കുറവ് തന്നെ നോക്കിയെടുക്കണം. അധികം എമറൗണ്ട് നമ്മൾ കഴിച്ചാൽ വേണ്ട. 24 പിക്കാക്സിന് 18 പിന്നെ 29 പിന്നെ 29 അൺലോക്ക് ചെയ്തിട്ടില്ല. പിന്നെ 29 പിന്നെ 22 25 തോന്നുന്നു. 22 ഏറ്റവും കുറവ്. അതെ, അപ്പോൾ പിക്കാക്സായി. ആക്സ് 26 കൊടുത്ത് മേടിച്ചു. ഇഷ്ടാവോ? വേറെ എല്ലാം നോക്കാം. 20 എമറാൾഡിന് പോയേക്കുണ്ട്. പിന്നെ ഇപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവനേതായാലും ഷവലും മേടിച്ചാൽ ഇവനല്ലേ ആവും. 20 എമറാൾഡ് കൊടുത്ത് ഇവനാണ് ഏറ്റവും വിലക്കുറവ് തോന്നുന്നത്. ഇനി വെച്ച് മാറിക്കണം അറിയില്ല. എന്തായാലും ഇപ്പം ഇനി ഇത് മേടിച്ചാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാതും സെറ്റായി അല്ലേ? എല്ലാം സെറ്റ്. ഇനി എന്താല്ലേ ശവലായി ആക്സായി. ഇനി ഹോഡിൻ്റെ ഓച്ച് ഇപ്പോൾ ആണെന്നൊന്നുമില്ല. ഓച്ച് ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താലും മതി. ഡയമണ്ട് മേടിച്ചോ കട്ടക്കട്ട ഫുൾ ആർമറുണ്ട്.
സെറ്റ് ചെയ്യും. പിന്നെ ഒരു ബോ സെറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ നിൽക്കട്ടോ, ഇതും കൊടുക്കട്ടെ. ഇവിടെ ഇതോടെ ഇവിടെ ഞാൻ പഠിക്കാൻ നമ്മളെ സോഡാണ് വരേണ്ടത്. പക്ഷേ അവിടെ ഇപ്പം നമ്മൾ സോഡ് സെറ്റ് ചെയ്തില്ല, സോഡ് അവസാനം സെറ്റ് ചെയ്യണം. കാരണം എനിക്ക് തുടക്കത്തിൽ തന്നെ 3 എമറാൾഡ് കൊടുത്തിട്ട് ആക്സ് ഓരോന്ന് വീതം മേടിച്ചു. അപ്പോൾ നമ്മുടെ അടുത്ത് ഇനി ആകെ 1 സ്റ്റാക്കായണേ ഉള്ളൂ, ഞാനല്ല എന്താകുമ്പോൾ എമറാൾഡേ ഉള്ളു. അപ്പോൾ നമുക്ക് അത് ഒപ്പിച്ചണം കുറേ, അങ്ങനെ അത് ഒപ്പിച്ചണം. പിന്നെ നമുക്കിതൊന്നും പോരാ, ഇനി വില്ലേജസിനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അടിയിലേക്ക് കുറച്ചുകൂടി വില്ലേജസിനെ നിർത്തണം. കാരണം നമുക്ക് ഇനി ഇവിടെയും ബുക്ക് ഷെൽഫ്, ഈ ബുക്കുകൾ വിൽക്കുന്ന ആളെ വെക്കണം. പിന്നെ അടിയിലേക്ക് കുറേ മറ്റേ എന്താ പറയുക ഫുഡ് ഐറ്റംസ് തരുന്ന ആൾക്കാർ വെക്കണം. പിന്നെ മാത്രമല്ല നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു ഫുഡ് ഫാം, ഓട്ടോമാറ്റിക് ഫുഡ് ഫാം സെറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ഇന്നത്തെ ഗോൾ. ഇനി നാളത്തെ ഗോൾ, ഇന്നത്തെ ഗോൾ കംപ്ലീറ്റ് ആക്കിയാണ്. ഫുള്ളി ആർമർ ആൻഡ് ടൂൾസ് ഡയമണ്ട് സെറ്റ് ചെയ്തിരിക്കണേ. ഇനി ഇതിലേക്ക് പതുക്കെ എൻജോയ്മെൻറ്റ്സൊക്കെ ആഡ് ചെയ്യണം. പതുക്കെ ചെയ്യുള്ളൂ, കാരണം പതുക്കെ പെട്ടെന്ന് തന്നെ ചെയ്യണം. അത്യാവശ്യത്തിന് കൂടി ആക്കണമല്ലോ. പിന്നെ ത്രോൺസ് കൂടി സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് അതും പാടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എൻജോയ്മെൻറ്റ്സും എല്ലാം അതും ഇപ്പോൾ കിട്ടും. ത്രോൺസ് കൂടി സെറ്റ് ചെയ്താൽ ഫുള്ള് സെറ്റാവും. പിന്നെ നമുക്ക് ഫുഡ് സെറ്റ് ചെയ്യണം. ഫുഡ് സെറ്റ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഇതൊക്കെ തിന്നാൽ ഒന്നും കയറില്ല. നമുക്ക് ഒരു ഗോൾഡ് ഫാം ഉണ്ടാകണം. ക്യാരറ്റ് ഫാം ആദ്യം ഓട്ടോമാറ്റിക് ആക്കാൻ പോകണം, ക്യാരറ്റ് ഫാം ആയിരിക്കും. അപ്പോൾ വേറെ ഇപ്പം എന്തെങ്കിലും ചെയ്യാണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ മിക്കവാറും സോഡ ഒപ്പിച്ചാൻ പോണത് ഓഫ്ലൈൻ ആയിട്ടേക്കും. കാരണം ഒരുപാട് ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും, ഇതൊന്നും തികയില്ല. ഇപ്പോൾ മാക്സിമം മേടിച്ചണം. വേറെ എന്തെങ്കിലും മേടിച്ചാണ്ടോ, എന്തെങ്കിലും വേറെ ഒപ്പിച്ചാണ്ടോ? ഇല്ലല്ലോ, നമുക്ക് സോഡും പാടെ ഒപ്പിച്ചതിന് ശേഷം നമ്മൾ എൻജോയ്മെൻറ്റ്സൊക്കെ ആഡ് ചെയ്യണുള്ളൂ. ഓക്കെ, ഇനി അതിന് ട്രേഡ് ചെയ്യാം. അവിടെ ആകെ നമ്മുടെ ഇത്ര ഉള്ളു. അടുത്ത ട്രേഡ് എന്തായാലും മറ്റേ സോഡയ്ക്ക് എക്സ്പേർട്ടിലല്ല, മാസ്റ്ററിൽ സോഡയ്ക്ക് തന്നെ ഉണ്ടാവും. തന്നെ കരുതുക, അല്ലെങ്കിൽ മൂഞ്ചി വേറൊന്നും ഇവിടെ സെറ്റാക്കണ്ടായിരുന്നു. ഇച്ച് തോന്നുന്നുണ്ടല്ലോ, ഇതുവരെ ഞാൻ ചെയ്തതിൽ ഏറ്റവും അടിപൊളി ട്രേഡ് അറിയണത് മറ്റേ ഇതാണ്, എന്താ സ്റ്റിക്ക് ട്രേഡ് ചെയ്യുക. ഭയങ്കര ലാഭമുള്ള പരിപാടിയാണത്. ഒരു മണിക്കൂർ അവിടെ ഇത് നിന്നാൽ അല്ല വുഡ് ഫാം ചെയ്ത് നിന്നാൽ നമുക്ക് ഈ 4 എണ്ണത്തിന് പാടെ കൊടുത്താൽ 1 സ്റ്റാക്ക് എമറാൾഡ് ഒപ്പിച്ചാൻ പറ്റും. അറ്റ് എ ടൈം 4 ആക്കും. അതുപോലെ എന്താ ലിമിറ്റ് വരെ എത്തിച്ചാൽ, അതേപോലെ ഇങ്ങനെ മേടിച്ച് ലിമിറ്റ് വരെ എത്തിച്ചാൽ അറ്റ് എ ടൈം 1 സ്റ്റാക്ക് കിട്ടും. അതേപോലെ പിന്നെ ഒരു 10ൻ്റെ എന്തോ കാത്തുന്നാൽ ബില്ല് റീസ്റ്റോർ എടുക്കുകയും അതേപോലെ ഇങ്ങനെ ഇതാക്കിയിട്ടാണ് എത്ര ഒപ്പിച്ചത്. അത് പിന്നെ ഫുൾ ടൈം ഒന്ന് കുത്തുന്ന കളിച്ചാലല്ല, ഫുൾ ടൈം കുത്തുന്നതുകൊണ്ട് സെറ്റാക്കുകയാണെങ്കിൽ ഇതിലാറ് ഒപ്പിച്ചാൻ പറ്റും. പിന്നെ നമുക്ക് ബോ സെറ്റ് ചെയ്യണം. ബോയിൽ ഞാൻ സാധാരണ ആഡ് ചെയ്യല് മെൻഡിങ് ആഡ് ചെയ്യണതാണ് എനിക്കിഷ്ടം. പക്ഷേ നമുക്ക് മെൻഡിങ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ആരോസും വേണം. അപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു ബോ ഇതാണ്. ഈ ബോക്ക് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ബോ ഉണ്ടാക്കിയിട്ട് മറ്റേ നമ്മളവിടുത്തെ എൻജോയ്മെൻറ്റ്സിലെ ടേബിളിൽ അവിടുന്ന് ഇതാക്കിയതാണ്. നമുക്ക് ഇപ്പം ഇതിൻ്റെ എൻജോയ്മെൻറ്റ്സ് ഒക്കെ കളയാം. എനിക്ക് വെക്കാൻ ഇഷ്ടം ഇങ്ങനെ വെക്കാനാണ് എനിക്കിഷ്ടം. ആദ്യം ബോ വരും,
പിന്നെ സോഡ് അങ്ങനെ അവസാനം ബാക്കി ഉണ്ടാവും ഈ 2 സ്ലോട്ട് മാത്രമാണ് അവിടെ. ഓരോരുത്തർ വിട്ടുവരും, പിന്നെ ഒറ്റൊന്ന് മാത്രം കുപ്പതിനൊക്കെ. ഇങ്ങനെയാണ് ഞാൻ പൊതുവെ കൊണ്ടിരിക്കൽ. പിന്നെ ഈ ഹോയും വെക്കൂല. ഹോയ് നമുക്ക് എപ്പോഴും ആവശ്യമില്ലാത്തൊരു സംഭവമാണത്. അതുകൊണ്ട് അത് ഒഴിവാക്കും ചിലപ്പോൾ. പിന്നെ മറ്റേ എൻ്റർ ചെസ്റ്റൊക്കെ അതിന് ശേഷം അയക്കും. അപ്പോൾ ഇനി ഇവൻ അൺലോക്ക് ചെയ്ത് ഇല്ല. അപ്പോൾ ഇവൻ അൺലോക്ക് ചെയ്ത് പിന്നെ അവിടുന്ന് കുറച്ചുകൂടി വില്ലേജേഴ്സിനെ കൊടുന്ന് ഇവിടെ സെറ്റ് ചെയ്ത് വെൽക്കം ബുക്ക് ഷെൽഫും പിന്നെ ത്രോൺസ് ഒപ്പിച്ചിട്ട് അതൊക്കെ ചെയ്ത് ഒപ്പിച്ചിട്ട് നല്ല അതൊക്കെ ഇനി ഓഫ്ലൈനായിട്ട് ചെയ്യല പരിപാടികളാണ്. ഇത്രയുള്ള നമ്മളെ വീഡിയോ. നമ്മൾ പറഞ്ഞെന്തായാലും ചെയ്തിരിക്കുന്നത് തുടക്കത്തിൽ ഷോകാണെങ്കിലും അവസാനം നമ്മൾ പറഞ്ഞ വരെ ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേരാണ്. ബൈ ഗൈസ്.